പ്രിയപ്പെട്ട സ്ഥലങ്ങളൊക്കെ ശൈത്താന്റെ അവഹാറായിരുന്നു. ശൈത്താനിയത്ത് കൊണ്ട് ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാതെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് വാതിലിൽ മുട്ടലും തട്ടലൊക്കെ എല്ലാവരും നാട് വിടുകയും അങ്ങനെ നാട് വിട്ടാലും പിന്നെ എവിടുക്കാൻ വിടുക, എവിടെയൊക്കെ ശൈത്താനില്ലാത്തത്. അപ്പൊ ആ ബുദ്ധിമുട്ടാക്കപ്പെടുന്ന ശൈത്താന്മാരെയൊക്കെ വീണ്ടും അവിടെ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടിട്ട് അവിടെ തന്നെ അവരെ ഹിസാബെടുക്കപ്പെടുകയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മശായിഖന്മാരുടെ പിന്നെ ആ പൗര അന്തസ്, അവരുടെ ആഭ്യന്തരം ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എടുക്കാൻ ഇവിടെ നാട് വിടുന്നത് തങ്ങളെ മതിയെ മക്കത്ത് നിന്ന് നാട് കടത്തി എന്നിട്ടിപ്പോൾ നാട് വിട്ടോ? അത് നമുക്ക് താൽക്കാലിക സംഭവമായിട്ടേ ഉണ്ടാവുള്ളൂ. അതൊന്നും ഒരുത്തനക്ക് സാധ്യമല്ല. അതൊക്കെ അല്ലാഹു റബ്ബുൽ അവകാശത്തിൽപ്പെട്ടതാണ്. അത് പരിധി കൊണ്ട് കളിച്ചാൽ അള്ളാഹു പറഞ്ഞു മന്നാദാരി വലിയൻ അള്ളാഹുവിന്റെ മഹത്തുക്കളോട് നമ്മൾ പരിധി കൊണ്ട് കളിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു പറഞ്ഞു, പിന്നെ ഞാനാണ് അവരോട് യുദ്ധത്തിന് ഒരുങ്ങുക എന്ന്. ഞാനും അവരുമായിട്ടായിരിക്കും പിന്നെ യുദ്ധം നടത്തുക. അവിടെയും അള്ളാഹുവിന്റെ മലായികതീകളും പിന്നെ അള്ളാഹുവിന്റെ മഹത്തുക്കളൊക്കെ അമ്പിയാക്കന്മാർ ഔലിയാക്കളൊക്കെയാണ് യുദ്ധത്തിന് ഒരുങ്ങുക എന്ന് അഷ്റഫുൽ ഖൽഖ് നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അന്തരില്ലാതെയും അറിവില്ലാതെയും വിവരമില്ലാതെയും ഏതെങ്കിലും മറ്റുള്ളവന്റെ ജാഹിലിന്റെ വാക്ക് കേട്ട് ഉപദേശം കേട്ട് നമ്മൾ ഇത്തരം കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ, ഈമാനും വിലായത്തും ഇല്ലാത്ത അറിവില്ലാത്ത നമ്മളൊക്കെ നമ്മുടെ കുടുംബസഹിതം ഫാമിലിയൊക്കെ പഴിച്ചു പോകും. വളരെ ശ്രദ്ധിക്കപ്പെടണം. അള്ളാഹു കാത്തിരിച്ചു. അത് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ആരെങ്കിലും വർത്താനം കേട്ടിട്ട് അള്ളാഹുവിന്റെ മഹത്തുക്കളെ ആശ്രയിക്കുക, ആക്ഷേപിക്കുക, ഇതൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ലോകം ശപിക്കപ്പെടുകയാണ്. ഇക്കാലത്ത് ഇപ്പൊ കൊറോണ വരാനുള്ള കാരണം തന്നെ ഇതിന്റെ ഇങ്ങനത്തെ ചില കാരണങ്ങളാണ്. ഇന്നിപ്പോ ഇവിടെ വിശദീകരിക്കുന്നില്ല. മനസ്സിലായി? അപ്പൊ ആരെങ്കിലും വർത്താൻ അറിയാത്ത കാര്യം ചോദിച്ചാൽ അള്ളാഹു മുറാദി ഇതാണ് ഒരു മുസ്ലിമിന്റെ കടമാണ്. ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ച മദ്രസ കിതാബിനെ പഠിക്കുന്നത്. അറിയാത്ത കാര്യം ഏത് കാര്യമാണെങ്കിലും അള്ളാഹു മുറാദി, അതിന്റെ ഉദ്ദേശം കൊണ്ട് അള്ളാഹു റസൂലുഹു ആയാലും അള്ളാഹും റസൂലിനെ അറിയുള്ളൂ എന്ന് പറയലാണ് ഒരു മുസ്ലിമിന്റെ കടമ. നമ്മൾ ചിലപ്പോൾ നമ്മളോട് പറഞ്ഞ വലിയ ആളായിരിക്കും, അപ്പൊ ഓരും വേണ്ടിയിട്ടെങ്കിലും രണ്ടു വാക്ക് പറയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹിദായത്ത് പഴിച്ചു പോകും. നമ്മൾ അടിസ്ഥാനമില്ലാതെയാവും. നമ്മളുടെ ഫാമിലി കുടുംബസഹിതം നമ്മൾ വൈദ്യുതി പോകും. അത് വളരെയധികം ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുക, നിങ്ങളെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഒക്കെ നിങ്ങൾ അയൽക്കാർക്കും ഒക്കെ ഒറ്റ ടിക്കറ്റാണ്, ഫാമിലി ടിക്കറ്റാണ്. നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശികൾ കുടുംബത്തിൽപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഓരോ സ്വർഗത്തിന്റെ അവകാശിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ട് നിങ്ങൾ ടിക്കറ്റ് ഒക്കെ അസാധുവായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കാൻ. മനസ്സിലായി? അപ്പൊ നമ്മൾ ദൈവത്ത് പറയുന്നതും നമീമത്ത് പറയുന്നതും ജഹാനത്ത് പറയുന്നതും മറ്റൊരുത്തന്റെ ഇറച്ചി തിന്നുന്നതും ഒക്കെ വളരെയധികം സൂക്ഷിക്കണം. അതിലൊക്കെ നിങ്ങൾക്ക് പന്നിയിറച്ചി തിന്നലാണ് നല്ലത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ നാവ് അടക്കി വെക്കണം. നമ്മളെടുത്തൊരു അമലുമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ 9 ദോഷത്തോട് കൂടിയിട്ട് 10 ആക്കിയിട്ടാണ് നമ്മളത് പൂർത്തിയാക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഗുണം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 9 തെറ്റ് അതിന്റെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ 10 ആക്കിയിട്ട് പൂർത്തിയാകുന്നത്. അത് വളരെയധികം നമ്മൾ സൂക്ഷിക്കണം എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോ. അപ്പൊ അത് പച്ചരച്ചി പന്നിയിറച്ചി തിന്നുന്നതിന് തുല്യമാണ്. ദൈവത്ത് പറയൽ, അറിയാത്ത കാര്യങ്ങൾ പറയാൻ, അറിയാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ അത് നമുക്ക് ദോഷമാണ്. അല്ലാഹു റസൂലുഹു അഅലം ബിമുറാദിഹി എന്ന പരിശുദ്ധ പറഞ്ഞത്. അത് അള്ളാഹും റസൂലിനും ഞാനത് അറിയില്ല. നമ്മളെപ്പോഴും പേടിക്കണം. നമ്മളെ രക്ഷയെ പേടിക്കണം. നമ്മളെ തുറന്നുമില്ല.
നമ്മളിപ്പോ കണ്ടല്ലോ എല്ലാവരും, എല്ലാ മാന്യന്മാരും കണ്ട് കൊറോണ വന്നിട്ട് ആർക്കാണ് എന്തിനാ സാധിച്ചത്? എല്ലാവരും പരാജയപ്പെട്ടു, എല്ലാ നേതാക്കന്മാരും പരാജയപ്പെട്ടു, ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. പിന്നെ നമ്മളെ മശായിഖന്മാരുടെ ദുആബറക്കത്ത് കൊണ്ട് ആണ് നമ്മളതിന് നമ്മളിങ്ങനെ ക്രമേണ നമുക്ക് കരകയറാൻ വേണ്ടിയിട്ട് തോന്നിയത്. ശൈഖുതങ്ങളിൽ നമ്മളെ മൗലാന എന്നോട് പറയുന്നുണ്ടായി, 10 കത്തം നമ്മളെ പള്ളിയിൽ, നമ്മളെ മസ്ജിദുർ റഹ്മാൻ ആ പള്ളിയിൽ വെച്ചിട്ട് തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. ബദിരീങ്ങളുടെ 10 കത്തം തുടങ്ങി. അത് ഞാൻ 10 ഓദിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതിന് പൈസ ചിലവ് കൊടുത്തിട്ട് തന്നെ ഓദിച്ചത് വെറുതെ തന്നെ. നമുക്ക് ആളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരങ്ങറാക്കണ പറഞ്ഞൊന്നും നമുക്കില്ല, മനസ്സിലായി. അപ്പൊ അത് ഓദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ആ വിഷയത്തിൽ ഇടപെട്ടു. നിർമ്മാണികളെ 111 കത്തം അവരെ ഏറ്റെടുത്തു. പിന്നെ അതറിഞ്ഞപ്പോൾ നമ്മൾ മുഹദ്ദീങ്ങളായിരിക്കുന്ന സഹോദരിമാരൊക്കെ ഏറ്റെടുത്ത് അവസാനം 1000 ചില്ലാനും കത്തം ഓതി. അധികം സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടായെങ്കിലും നല്ല കാര്യമല്ലേ? നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട്, ലോകത്തിന്റെ വേണ്ടിയിട്ട്. അത് അഷ്റഫുൽ ഖൽഖിന്റെ ദൗത്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ കാലൊരു ഭാഗത്ത് വൃത്തിയാവുള്ള റഹ്മത്തി ഉണ്ടാവുള്ളൂ, മഗ്ഫിറത്തി ഉണ്ടാവുള്ളൂ. ആ സ്ഥലം പിന്നെ റഹ്മത്തിന്റെ മുഖറായിട്ട് കൊണ്ടും ഇങ്ങനെ അഷ്റഫുൽ ഖൽഖ് എടുത്തെടുത്ത് പറഞ്ഞു, എന്റെ ഖബറും എന്റെ മെമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തുൻ റിയാദിൽ തന്നെയാണ്. അത് സ്വർഗത്തോപ്പാണ്. സ്വർഗത്തിന്റെ ഏറ്റവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചതായിരിക്കുന്ന മദ്ഹറായ സ്ഥലമാണ്. അത് ദുനിയാവിലാണ്, അത് ആഖിറത്തിലേക്ക് കൊണ്ടുപോകലാണ്. എന്റെ ഖബർ അതിലാണ്. ഞാൻ ജനങ്ങൾക്ക് ഉപദേശം നൽകിയതായിരിക്കുന്ന കാലുകുത്തി, ഉപദേശം നൽകാൻ വേണ്ടി കാലുകുത്തിയതായിരിക്കുന്ന മെമ്പർ, അത് സ്വർഗത്തിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. അത് എന്നും സ്വർഗത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഞാൻ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന മെമ്പർ, അതാണ് സ്വർഗത്തിലുള്ള ഹൗദുൽ കൗസർ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന സ്ഥലം ജനങ്ങൾക്ക് ഞാൻ ആഖിറത്തിൽ വെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട്, സ്വർഗത്തോപ്പിൽ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ദാഹം തീർക്കുന്ന സ്ഥലമാണ് ആ സ്ഥലം. കണ്ടോ അഷ്റഫുൽ ഖൽഖിന്റെ പൗർ. ഇതാണ് അതുകൊണ്ട് ആ നബിന്റെ ദീൻ, ആ നബി നിങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി പഠിച്ചതാണ്. ആ നബി നിങ്ങൾക്ക് റഹ്മത്താണ്, മഗ്ഫിറത്താണ്, സലാമത്താണ്, ഹിദായത്താണ്. ആ നബിന്റെ പേര് പറയലും, ആ നബിന്റെ ദീൻ നിങ്ങൾ സ്നേഹിക്കലും, ആ നബിന്റെ ഇത്ബാഇനോട് നിങ്ങൾ പിൻപറ്റലും, ഇതൊക്കെ നിങ്ങൾക്ക് ഹിദായത്താണ്, സലാമത്താണ്, റഹ്മത്താണ്, മഗ്ഫിറത്താണ്. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും, ഹിദായത്ത് നമുക്ക് കഴിയൂല. ഹിദായത്ത് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. ഹിദായത്ത് അല്ലാഹുവിന്റെ അടുക്കലാണ്. ഏത് സുജായിക്കും അത് കൈപ്പറ്റാൻ സാധിക്കൂല. ഞാൻ ഹിദായത്തിന്റെ ആളാണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റിയവരാ കൊടുക്കുമെന്ന് പറയാനുള്ളത് സുജായിനെയും അഷ്റഫുൽ ഖൽഖിനെയും അല്ലാതെ, ആ ഇത്തിബായിനോട് പിൻപറ്റിയ പരിപൂർണമായിരിക്കുന്ന കാമിനികൾക്കല്ലാതെ ആർക്കും തന്നെ അതിന്റെ അവകാശം അല്ലാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ പണ്ട് കാലത്തെ കേൾക്കുന്നത്, നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ പാപ്പന്മാരും പാപമായിട്ട് കേൾക്കുന്നു. അവരൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആദ്യം അവർ പറയുന്നത് അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ
ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ സ്ഥാനവും ഈ സന്ദർഭവും നമുക്ക് അള്ളാഹു തന്നതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഹിദായത്ത് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥാനം, സലാമത്ത് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥാനം, അള്ളാഹുവിന്റെ തൗഫീഖ് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥാനം, ഇത് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൈവശമാണ്, അസ്റഫുൽ ഖൽഖിന്റെ കൈവശമാണ്, വറസത്തുൽ അംബിയാന്റെ കൈവശമാണ്. ദുൽദുൽ ഫുഖാറുടെ മാഅലി രാജാ, ദുൽദുൽ മഫ്ഹൂം ദുൽ ഫുഖാറുടെ മാ സയ്യിദി ഖാജാ. അസ്റഫുൽ ഖൽഖിന്റെ ദുൽ ഫുഖാർ, അരിയതങ്ങളുടെ ദുൽ ഫുഖാർ, അദ്ദുൽ എന്ന് പറയുന്ന കുതിര അസ്റഫുൽ ഖൽഖിന്റെ ദുൽ ഫുഖാർ. അത് അല്ലാഹുവിന്റെ മഹത്തുക്കൾക്ക് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തിനെ ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ കൈമാറ്റപ്പെടുകയാണ്. അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി അസ്റഫുൽ ഖൽഖ് അനിയതങ്ങളിൽ നിന്നും അസ്റഫുൽ ഖൽഖിൽ നിന്നും ഈ ലോകത്തേക്ക് അല്ലാഹു വറസത്തുൽ അംബിയാ വറസത്തുൽ അംബിയാ അള്ളാഹുവിന്റെ ഹിദായത്തും അള്ളാഹുവിന്റെ സലാമത്തും അള്ളാഹുവിന്റെ മുഅ്ജിസത്തും കറാമത്തും കൈപ്പറ്റിയതായിരിക്കുന്ന ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നതായിരിക്കുന്ന ആ അങ്ങനത്തതായിരിക്കുന്ന ഉഹ്റവിയായിരിക്കുന്ന പണ്ഡിതൻ എന്നൊക്കെ പറയുന്ന വിശാലമായിരിക്കുന്ന വാക്കാണത്. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ ദുആക്ക് ഉത്തരമുള്ള, അള്ളാഹുവിനോട് ചോദിക്കപ്പെടുന്ന, സമൂഹത്തിന് വേണ്ടി സമൂഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അടുക്കലുള്ളതായിരിക്കുന്ന മുതല് സമൂഹത്തിന് വേണ്ടി മേടിച്ചു കൊടുക്കപ്പെടുന്നതായിരിക്കുന്ന ഉഹ്റവിയായിരിക്കുന്ന പണ്ഡിതന്മാര്, ഉഹ്റവിയായിരിക്കുന്ന ആലിമീങ്ങൾ, അൽഉലമാഉ വറസത്തുൽ അംബിയാ എന്നൊക്കെ പറയപ്പെടുന്നതായിരിക്കുന്ന മഹത്തുക്കളാണ് അതിന്റെ അവകാശികൾ. പറയാൻ പറ്റും. അങ്ങനത്തെ കഴിഞ്ഞു പോയി, മനസ്സിലായില്ല. അത് അസ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരു ഉദാഹരണം അസ്റഫുൽ ഖൽഖ് വെച്ചു കൊടുത്തിട്ടുണ്ട്. വറസത്തുൽ അംബിയാ ഒരു ഉദാഹരണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അന മദീനത്തുൽ വഴിയുമ്പോ ഇൽമില്ലാത്ത സ്ഥലത്ത്, അറിവില്ലാത്ത സ്ഥലത്ത് ഇൽമിന്റെ രാജ്യമാക്കിക്കൊണ്ട് മാറ്റുന്ന, ഹിദായത്തിന്റെ മദ്ഹറാക്കിക്കൊണ്ട് മാറ്റുന്ന, ഈമാന്റെ മദ്ഹറാക്കിക്കൊണ്ട് മാറ്റുന്നതായിരിക്കുന്ന മഹത്തുക്കൾ പണ്ഡിതന്മാർ. അതിൽപ്പെട്ട ആളാണ് ഞാൻ. അതിലേക്കുള്ള ഒരു കാരണക്കാരൻ അത് അലിയാണ്. മദീനത്തിൽ വഴിയുമ്പോ ആ രാജ്യത്തിലേക്ക്, അങ്ങനത്തതായിരിക്കുന്ന രാജ്യത്തിലേക്കുള്ള ഗേറ്റാണ്, അതിന്റെ കവാടമാണ് അരിയെന്ന്. അത് മശായിഖിന്റെ വഴിയാണെന്ന് നമ്മൾ അസ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളുടെ മേഖല അങ്ങനെ വരുന്നത് ഇതാണ് ഇൽമിന്റെ പാപവും ഇൽമിന്റെ മദ്ഹറും വറസത്തുൽ അംബിയാവിന്റെ മദ്ഹറും ഒക്കെ അതാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തുള്ള നേതാക്കന്മാരൊക്കെ ഒരു മശായിഖേറ്റ് ബന്ധമില്ലാത്തവരുണ്ടാവില്ല. നമ്മുടെ ആദ്യകാലത്ത് സമസ്തന്റെ നേതാവ് ആരെയും മുല്ലക്കോയത്തങ്ങള് ഒരു തരീഖത്തിന്റെ ശൈഖായിരുന്നു. അക്കാലത്ത് അതിനുള്ള സമസ്യയുടെ പിൻപറ്റിയ പണ്ഡിതന്മാരൊക്കെ മുമ്പര പണ്ഡിതന്മാരായി. അതാണ് ഇതിന്റെ വഴി. ഇപ്പൊ കാഫറാക്കാൻ ആരെങ്കിലും 10 സെക്കൻഡിലുണ്ടെങ്കിൽ വളരെ കാഫറാക്കാനും കുറെ ആൾ നടക്കുന്നുണ്ട്. ഹിദായത്തില്ലാത്ത ആരും നോക്കുക, അവൻ പേച്ചു പോയി. ഇപ്പൊ ജനങ്ങളെ പഠിപ്പിക്കാതെ വൈദ്യുതി നടക്കുക, എവിടെയെങ്കിലും സ്റ്റേജ് വിട്ടുപോയി എന്ന് നോക്കി. അങ്ങനത്തെ കാലാണ് ഇപ്പോഴത്തെ കാലം. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം, നിങ്ങളെ ഭാവിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊടുക്കപ്പെട്ട ആരും അങ്ങനെ പറയാൻ അവകാശമുള്ളവരൊന്നും ആരുമില്ല. അള്ള കൊടുത്തോണ്ട് ഇതാറ്റ് കൊടുത്തോണ്ട് ഇങ്ങനെയൊക്കെ വളരെയാ. അപ്പോ അഷ്റഫുൽ ഖൽഖ് നമ്മളെ പഠിപ്പിച്ചത്, അള്ളാഹു പഠിപ്പിച്ച റഹ്മത്തുൽ ആലമീനാണ്. റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും
പിന്നെ ലോകത്തിലേക്ക് കരുണ ചെയ്യുന്നതായിരിക്കുന്ന പ്രവാചകനാണ് എന്ന്. അതിന് ഏത് സ്ഥലമാണെങ്കിലും ഇപ്പൊ മക്കത്ത് എന്തായിരുന്നു അഷ്റഫുൽ ഖൽഖിനെ ജനിപ്പിക്കപ്പെടുന്ന സമയത്ത് 300 ചില്ലാനം പെണ്ണുങ്ങളായിരുന്നു കഅബത്തിന്റെ ചുറ്റുഭാഗത്തും ഉണ്ടായിരുന്നത്. അതൊക്കെ അഷ്റഫുൽ ഖൽഖിനെ പ്രസവിച്ചപ്പോൾ അതൊക്കെ തലകുത്തി മറിഞ്ഞു. മുഹ്യിദ്ദീൻ ശറഫുൽ പരിശോധിച്ച് നോക്കും, മഖൂസ് പരിശോധിച്ച് നോക്കും. അവിടത്തുള്ള മദനിയായിരിക്കുന്ന മദീനത്തുള്ള അവിടുത്തെ ഇമാമിയങ്ങളൊക്കെ എഴുതി വെച്ചതാണ്. മദീനത്ത് മദനി എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന മൗലിദുണ്ടാക്കി. മനസ്സിലായി? അവരൊക്കെ അനുഭവങ്ങൾ പഠിച്ചുകൊണ്ട് എഴുതി വെച്ചതാണത്. ബിംബങ്ങളൊക്കെ തലകുത്തി പോയി. പിന്നെ ബിംബത്തിന്റെ ഉള്ളിലുള്ള കഅബത്തിന്റെ ഉള്ളിലുള്ള വലിയതായിരിക്കുന്ന ഹുബുൽ അഅല എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന ബിംബം അതനങ്ങിയില്ല. അതനങ്ങിയില്ല. ഇബ്ലീസിന്റെ പൂർണ്ണമായ പദവി കിട്ടിയവനാവോനെ. ഇബ്ലീസ് അങ്ങനെയുള്ള അള്ളാഹിനോട് പറഞ്ഞത് ജനലയനത്തെ ചെയ്താട്ടിയപ്പോ എന്നെ പഴിച്ചു, എന്നെ ശപിച്ചു, എന്റെ ജനങ്ങളെ കൊണ്ട് കഴിപ്പിച്ചു, ശപിപ്പിച്ചു. അതുകൊണ്ട് നിന്റെ ജനങ്ങൾ ആരെ ഞാൻ വൈദ്യറ്റാൻ കൊടുക്കും, നന്നാകാൻ കൊടുക്കില്ല, ആരും ഞാൻ വൈദ്യറ്റിപ്പിക്കൂലെന്ന്. അങ്ങനെ പറയുന്ന ചെയ്തന്മാരുണ്ട്. ഓന്റെ പാരമ്പര്യത്തിൽപ്പെട്ട് നിന്നുണ്ട്. മനസ്സിലായി? പേര് പറയുന്നില്ല. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഞാൻ തെറ്റിക്കപ്പെടുമെന്ന് അള്ളാഹുവിനോട് നേരിട്ട് കൊണ്ട് സത്യം ചെയ്തവരാണ് ഇബ്ലീസുകാരത്തുമായി. മനസ്സിലായി? അപ്പൊ അതിന്റെ ഒരു പരമ്പര പൂർത്തിയാക്കിയവനാണ് ഹുബുലായ. അവൻ കഅബത്തിന്റെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ടവനാണ്, പുറത്തുനിന്നല്ല. ചേട്ടനൊക്കെ വെച്ചതൊക്കെ തലവത്തി പറഞ്ഞു. അപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് അലി ഇബ്നു അബീ താലിബ് എന്നവരോട് പറയുകയുണ്ടായി, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ചൊല്ലിക്കൊണ്ടിട്ട് പൊതിക്കാനെടുത്ത് മറിക്കാൻ വന്നപ്പോൾ വളരെ ഈസിയായിക്കൊണ്ട് യാതൊരു പ്രയാസമില്ലാത്ത രീതിയിൽ അലി ഇബ്നു അബീ താലിബ് നിൽക്കുന്ന അതിനെ സഹായിച്ചു. അതിന് സാധിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ദോഷം കൊണ്ട് ദോഷം ചെയ്ത് കലാം സംസാരം അധികരിച്ച് ദോഷം അധികരിച്ച് കൽബ് സത്യസകത്തിന്റെ ജീവൻ ഇടിയിക്കുന്ന പണിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ റളിയല്ലാഹു അൻഹു നമുക്ക് ഏൽപ്പിക്കപ്പെട്ടത്. അതാണ് നമുക്ക് ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട ഹിസ്തീകരിക്കത്ത് എന്ന് പറയുന്ന സാധനം. അത് ശരിയാൽ നമ്മുടെ കൽബിൽ സത്യസന്ധമായിരിക്കുന്ന കൽബിന് ഹയാത്തുണ്ടാകും. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ വഴിയും അത് തന്നെയാണ്. അവരൊക്കെ സത്യജഗത്തിനെ ഈ ജീവൻ ജനിച്ചവരാണ്. അപ്പൊ നമ്മളോട് ഹൃദയങ്ങളൊക്കെ സംസാരം അധികരിച്ചുകൊണ്ട് ദോഷം അധികരിച്ചുകൊണ്ട് പാപങ്ങൾ അധികരിച്ചുകൊണ്ട് കൽബ് ചത്തുപോയി. പിന്നെ നരകത്തിൽ ഇട്ടുകൊണ്ട് കഴിക്കപ്പെടില്ലാതെ ആദരവും അതിനില്ല. ഒരു മനുഷ്യന്റെ ദോഷങ്ങൾ സംസാരങ്ങൾ കൂട്ടിക്കൂടി ആവശ്യമില്ലാതെ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭ്യന്തരത്തിൽ കൈകടത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന മറ്റൊരുത്തന്റെ അഭ്യന്തരത്തിൽ നീ സംസാരിച്ചു കഴിഞ്ഞാൽ, നീ തെറ്റിദ്ധരിച്ചുകൊണ്ട് തെറ്റിദ്ധാരണയെടുത്തുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് മതോഷമാണ്. അത് അവനുമായി കൊണ്ട് നേരിട്ട് കൊണ്ട് നീ ഇത് പൊരുത്തപ്പെടിക്കാതെ നീ അള്ളാഹുവിനോട് അവനോട് പൊരുത്തപ്പെടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പൊരുത്തപ്പെടിക്കാതെ ഇരിക്കുന്ന കാലത്തോട് നീ വന്തോഷിയാണ്. നിന്റെ ദുആക്ക് ഉത്തരമില്ലാത്തതായിരിക്കുന്നതാണ്. നിന്റെ അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല. നീ ചെയ്യുന്ന ഗുണങ്ങളൊക്കെ അവരിലേക്ക് ചെന്ന് ചേരുകയാണ്. അങ്ങനെ അവസാനം ചെന്നുകൊണ്ട് അവൻ സ്വർഗത്തിൽ കിടക്കുന്നു. മറ്റുള്ള പറഞ്ഞവനും അത് ഫലിപ്പിക്കുവെന്നോനും പറഞ്ഞവനും നരകത്തിലേക്ക് കടക്കപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനത്തെ സംഗതി വളരെ ഗുരുതരമാണ്. സംസാരം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിട്ട് ഏത് മൂല്യനായിരുന്നാലും ഏത് മറ്റവനായിരുന്നാലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിട്ട്
സംസാരിച്ചുകൊണ്ട് ജനങ്ങളെ സ്വന്തം കഴിക്കുകയും ജനങ്ങളെ പ്രയത്നിക്കുകയും ചെയ്താൽ നീ എന്നും വന്തോസിയാണ് എന്നിട്ട് ദോഷങ്ങൾക്ക് തൗബയില്ല, അവന് സ്വർഗത്തിലേക്ക് പോകും, നീ നരകത്തിലേക്ക്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. മറ്റൊരുത്തിന്റെ അഭ്യന്തരത്തിലായ കൈകടത്ത് അതിനെപ്പറ്റി ശരിക്കും നേരെ അന്വേഷിക്കാം. അതൊരിക്കലും അല്ലേ, ഞാനിപ്പോ ഒരു കള്ളത്തെ നീക്കത്തേർന്നാന്ന് പറയുന്നവനുണ്ട്, പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ തല്ലുവിട്ടത് പഠിച്ചിട്ടാണ്. ഞാൻ നല്ലകത്തേരാണെങ്കിൽ അതാണ് റസൂലും ഒക്കെ കള്ളത്തിരിക്കത്തേർന്നായിരിക്കും അവിടത്തേക്കാണ് പോകുന്നത്. അതിനെ രേഖാമൂലം പോകുന്നതാണ്. മനസ്സിലായില്ലേ? അത് നേരിട്ട് ഉള്ളവനാണ്, ഞാൻ അന്തസ്സുള്ളവനാണെങ്കിൽ നേരിട്ട് വരട്ടെ. ഏത് സമയം നമ്മളെ ഗേറ്റും പതാകയൊക്കെ തുറന്നതാണ്. ആർക്കും ഏത് സമയത്തും പേരായി ചോദിക്കാം, ആവശ്യമുള്ളത് ചോദിക്കാൻ പറയാം, ഒക്കെ ചെയ്യാം. അതിലെ മുമ്പിൻ്റെ അന്തസ്, അതാണല്ലോ അഭിമാനം അന്തസ് എന്ന് പറയുന്നത്. മുമ്പിൻ്റെ മറ്റേ മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അവരൊക്കെ വൈദ്യത്തിൽ പോകുന്നവരും വായിലും മുതലുമാണ്, ജനങ്ങളെ പ്രയത്നിക്കപ്പെടുന്നവരുമാണ്. നമ്മൾ ഈ നീങ്ങുന്ന വഴി ഇത് ശരീരത്തിന്റെ വഴി തന്നെയാണ്. അഷ്റഫുൽ ദീനാണ്. അഞ്ചോത്ത് നഗരിക്കും അതിന്റെ പർവ്വം സുന്നത്തും പ്രവാത്തികളും ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നു. അതില്ലാത്ത വ്യക്തികളിൽ യാതൊരു പ്രവേശനവുമില്ല. ശരീരത്തിന് വിരുദ്ധമായിട്ട് ഇവിടെ വന്നവൻ ആർക്കും യാതൊരു സ്വീകാര്യമില്ല, ഒരു പ്രവേശനം. ഇത് എല്ലാവരും അംഗീകരിച്ചവരാണ്. ഈ അല്ലാഹുവിന്റെ മഹത്തുക്കളൊക്കെ അംഗീകരിച്ച വഴി തന്നെയാണ്. മനസ്സിലായി? അപ്പൊ നമ്മളത് ശരീരത്തിന് തീ പഠിക്കുന്നവനാണ് ഏതെങ്കിലും ധൈര്യമുള്ളവനെ, അത് തെളിയിക്കാൻ കഴിയുന്നവനെ അവനോട്ട് വരച്ച് വിളിക്കുക, നല്ലൊരു ഇത് ചെയ്യാൻ കൊടുക്കാൻ. അന്തസ്സുള്ളവനാണെങ്കിൽ ശരിയായ ഉമ്മാക്ക് ഹലാലായ ഉമ്മാക്ക് പറഞ്ഞവനാണെങ്കിൽ വരട്ടെ. അതാ വേണ്ടത്. അല്ലാതെ ജനങ്ങളെ കേൾപ്പിക്കല്ലേ വേണ്ട. അവിടുന്ന് പെടുന്ന ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പിതരി പറഞ്ഞിട്ട് അങ്ങനത്തെ തെരീക്കത്ത് കള്ളത്തെരീക്കത്ത് ഓനാണ് ഇബ്ലീസിന്റെ ഭാഗത്ത് പറ്റിയവരെ വാലും മുതലിലുമായിരിക്കുന്നോ. മനസ്സിലായി? നിങ്ങൾ ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയുന്ന പക്ഷേ നമുക്ക് കണക്കിലെടുക്കലില്ല. അത് ഉണ്ടാകും വേണം, പറയുന്നവനും വേണം. എന്നെങ്കിൽ വരുന്നവനും നല്ല നന്നായിട്ട് വരുള്ളൂ. ഓരോ എല്ലാ പരാതികളും ഇതൊക്കെ ആക്ഷേപങ്ങൾക്ക് പഠിച്ചിട്ട് വരുന്നവനാണ് നല്ല മോഹിനെ പേച്ച് പോകില്ല. മറ്റേത് ആരെങ്കിലും കേട്ടിട്ട് പോകാൻ പറഞ്ഞ് പോയോ പിന്നെ മറ്റേ കേട്ടാൽ തിരിച്ചു പോകുകയും. അപ്പൊ ആക്ഷേപങ്ങൾ നമുക്ക് ആവശ്യമാണ്. കുറ്റം പറയലൊക്കെ നമുക്ക് നല്ലതാണ്. അള്ളാഹുവിന്റെ മഹത്തുക്കൾക്ക് ഉണ്ടായ വഴിയാണ്. ബഹുമാനപ്പെട്ട ഔസില്ലാതൊക്കെ ആക്ഷേപിച്ച ഒരുപാട് പല ആൾക്കാരും അക്കാലത്തുണ്ടായിട്ടുണ്ട്. ഔസില്ലാതെ പറ്റി പറയുന്നേക്ക കുറ്റം പറയുന്നവരെ തേൻ കൊടുത്ത് കൊടുക്കുന്ന ആളാണ്. തേൻ കൊടുത്തേക്കും. പക്ഷെ എന്നിട്ട് ഓരോന്നും പൈസ പോയിട്ടില്ല, ഓരോ വഴികളൊന്നും ഇവിടെ നിന്ന് മുറിഞ്ഞു പോയിട്ടില്ല. അതൊക്കെ ശക്തി കൂടി അല്ലേ? ഇപ്പോ ജനങ്ങൾ പിന്നണി പ്രസാദം പറഞ്ഞപ്പോ ഞങ്ങൾക്കൊക്കെ ശക്തി കൂടി തന്നെയാണ്. എവിടെ നമുക്ക് ഞാനൊരു ജനങ്ങളോടൊന്നും ഞാൻ വേണ്ടാത്ത പറയില്ല. ഇങ്ങനെ പറഞ്ഞോട്ടെ, നമ്മളെ വഴി പോയാൽ മതി. ഞാൻ മറ്റുള്ളവരെ കേട്ടിട്ട് പേച്ച് പോകുന്നു, ഓനും പോയിക്കോട്ടെ. ഓനും കുറച്ച് ആൾക്കാർ വേണം, അവർക്കും വേണം കുറച്ച് ആൾ. എല്ലാ ആൾക്കും നമ്മളെ കൂടി ആവും ബുദ്ധിമുട്ടായി. ഇങ്ങനെയൊക്കെ പലതും ഈ ലോകത്ത് നടക്കും എന്ന് ഒക്കെ ഞങ്ങൾക്ക് തെളിവുകളാണ്. അതീകത്ത് മതത്തിലേക്ക് വന്ന് ബഹുലായി എല്ലാവരും എങ്ങനെയാണ് മാറ്റിയത്? കയ്യും ചെല്ലിയിട്ട്. അപ്പൊ ഞങ്ങളതൊക്കെ കുറെ ചെല്ലിയിട്ട് നമ്മളെ കൽപ്പന ചവൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് അവിടെ അല്ലാഹുവിന്റെ ഹയാത്തിന്റെ നൂറ് يا حي يا قيوم أحيي القلوب ضحيا واصل لنا الأعمال في الدين والدنيا. അപ്പൊ ചത്ത ചവക്ക് ഇന്ന് മാറ്റിയിട്ട് അവിടെ ഹയാത്തിന്റെ നൂറ് കൊടുത്തിട്ടാണ് അവിടെ നമ്മൾ സ്ഥിരപ്പെടുത്തും, നമ്മളെ ഈമാൻ ഉറപ്പിക്കുന്നത്. ഇത് അസുരപ്രവർത്തനത്തിന്റെ വഴിയാണ്. ഇത് ഉബുൽഹനയെ പരിശുദ്ധമായിരിക്കുന്ന കഅബ ശരീഫിൽ നിന്ന് എടുത്തെറിയപ്പെടുന്നതായിരിക്കുന്ന വഴിയാണ്. ഇതാണ് നമ്മൾ അവസായികന്മാർക്ക് കാര്യമായിട്ട് പ്രധാനപ്പെട്ടുകൊണ്ട് നമുക്ക് തരുന്നത്. ഒരു ദിവസത്തിൽ രാവിലെയും വൈകുന്നേരം ഏറ്റവും ചുരുങ്ങിയത് 1111, രാവിലെയും 1111 വൈകുന്നേരം ശരിയാൽ അവന്റെ കൽബിന്റെ ഹയാത്ത് പൂർണ്ണമായിരിക്കുന്ന ഹയാത്ത് വരും. അവനൊരു കാമിലായ മുഅ്മിനായിക്കൊണ്ട് മരിക്കും. ഒരു മുസ്ലിമായിക്കൊണ്ട് അവൻ ശരിയായ മുസ്ലിമായിക്കൊണ്ട് അവൻ ജീവിക്കും.
അവർക്ക് ജനിക്കുന്നതായിരിക്കുന്ന മക്കളൊക്കെ ഹിദായത്തിന്റെ മക്കളായിക്കൊണ്ട് മാറും. ശൈതാനിയത്തൊന്നും പങ്കുണ്ടാവില്ല. ഇതാണ് നമ്മളെ മശായിഖന്മാർക്ക് നമ്മൾക്ക് തരുന്നതായിരിക്കുന്ന മുതല്. നമുക്ക് വേണ്ടേ? നിങ്ങൾക്ക് തീരുമാനിച്ചോളി. വേണ്ടിച്ചാൽ മതി. നിങ്ങളെ കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആരുണ്ടാകുക? നിങ്ങളെ കബറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഉണ്ടാകുക. അല്ലേ? നമ്മുടെ ജീവിതകാലത്ത് നമ്മളൊക്കെ എന്താണ് ദീനിന് വേണ്ടി ചെലവ് ചെയ്തത്? ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാം റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് കൈകാലുകളും മുഖങ്ങളും മൂക്ക് ചെത്തിക്കൊണ്ട് കണ്ണൊക്കെ ചൂടെടുത്തുകൊണ്ട് ചെവിയൊക്കെ മുറിച്ചുകൊണ്ടിട്ട് എല്ലാ അവയവങ്ങളെയും മുറിക്കപ്പെട്ടുകൊണ്ട് വാരിക്കൂട്ടിയിട്ട് അസ്റഫുൽ ഖൽഖ് വളരെ സങ്കടത്തോടു കൂടി കരയുകയാണ്. ദീനിന്റെ വളരെ അന്തസായിരുന്നു ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാം. അപ്പോൾ ഇതുപോലെ നാളെ മാശറയിൽ വെച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കും, എന്റെ ദീനിന് വേണ്ടി നിങ്ങളൊക്കെ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഹംസത്ത് തുറന്നുകൊണ്ട് പറയുന്ന പടച്ചവനെ, എന്റെ കാല് മുറിക്കപ്പെട്ടു, എന്റെ കൈ മുറിക്കപ്പെട്ടു, എന്റെ നാവ് മുറിക്കപ്പെട്ടു, എന്റെ മോക്ഷത്തിലുള്ള നിന്റെ ദീനിന് വേണ്ടിയാണ് എന്ന് പറയപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതും ബഹുമാനപ്പെട്ട സഹാബത്ത് പൊട്ടിക്കരഞ്ഞതുമായിരിക്കുന്ന ദീനാണ് നമ്മളുടെ ദീൻ. അപ്പൊ നമ്മളൊക്കെ ഇതിനു വേണ്ടിയില്ല എന്താണ് ചെയ്തത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ എന്താണ് നമുക്ക് പറയാനുള്ളത്? അപ്പൊ ബുദ്ധിയുള്ള നമ്മളൊക്കെ ശരീരം ആലോചിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതാണ് നമ്മളുടെ ദീനിന്റെ മാതൃക. അപ്പൊ നമ്മളെ ഹൃദയം നമ്മൾ ശുദ്ധിയാക്കിയിട്ട് അല്ലാഹുവിന്റെ ശൈത്വാനിയത്തെ എടുത്ത് മാറ്റിക്കൊണ്ടിട്ട് അല്ലാഹുവിന്റെ ഹിദായത്ത് കൊണ്ട് അവിടെ നൂറാനിയത്ത് കൊണ്ട് അലച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. എന്നെങ്കിലേ നമ്മൾ ശരിയായിരിക്കുന്ന ഒരു മോമിനായിട്ടും ഒരു മുസ്ലിമായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റൂ. നമ്മൾക്കുണ്ടാകുന്ന മക്കളൊക്കെ ഹിദായത്തിന്റെ മക്കളായിട്ട് ജനിക്കപ്പെടൂ. കാര്യമില്ല. കുട്ടികളെ ഒന്നാമതായിരിക്കണം. കുട്ടികളെ ഒന്നാമതായിരിക്കണം. അത് വരക്കുന്നൊരു അടിസ്ഥാനമല്ല. മനസ്സിലായി? ഹൃദയം ശുദ്ധീകരിക്കും. തെറ്റ് ഒഴിവാക്കണം. എന്താണ് തെറ്റ് ചെയ്യുന്നത്? അത് ഒഴിവാക്കണം. ഇസ്തിഗ്ഫാർ കഴിപ്പിക്കണം. ഒരുപാട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒരുപാട് ചൊല്ലണം. മശായിഖന്മാർ നമുക്ക് തരുന്നതായിരിക്കുന്ന വഴികളിലൊക്കെ ഇസ്തിഗ്ഫാർ നൂറുകണക്കിന് ഇസ്തിഗ്ഫാറുണ്ട്. സുബൈക്കുമാരിക്കും ചൊല്ലാറുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ടാണ് നമ്മളെ മഹാന്മാരുടെ വഴിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഞാൻ നമ്മുടെ സാഹിത്യന്മാരുടെ വഴി, ഇതാണ് ഹാജാന്റെ വഴി, ഔസലാമിന്റെ വഴി, ജലാലുസ്ലാമികളുടെ വഴി, മുഹമ്മദ് സാഹിബ് മൗലാന്റെ വഴി, നമ്മുടെ കന്യാകുമാരിയുടെ ആ വഴി തന്നെയാണ് ഈ വഴിയൊക്കെ. മനസ്സിലായി? അപ്പോ ഇന്നലെ മജീസരക്കാരിൽ കുറച്ചൊരു ബഹുമാനപ്പെട്ട ഉസ്താദും വളരെ ആഹത്തിലുണ്ട്. കോടീശ്വരനാണ്. ഇന്ന് കോടീശ്വരനാണ്. നിങ്ങൾക്കറിയാം ചരിത്രം കഥയും. നിങ്ങൾ ഈ മഞ്ചീശ്വരത്തിൽ കുറച്ചൊക്കെ ജോലിയൊക്കെ ചെയ്ത് നിങ്ങളും അവരുമായിട്ടൊരു സ്നേഹം പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്നേഹത്തിലാണ് ഒരുപാട് നിങ്ങൾ ജനങ്ങൾ മഞ്ചീശ്വരക്കാരവിടെ എത്താൻ കാരണം. അത് മുപ്പരാണ്. മനസ്സിലായി? അപ്പൊ ഇന്ന് വളരെ കോടീശ്വരനാണ്. കാരണം നമ്മളെ കുട്ടികൾ നൂറുകണക്കിലെ കുട്ടികൾ ദിവസം പോയിട്ട് തന്നെ പറ്റുന്ന സമയത്ത് ആഴ്ചക്ക് റിലീസിങ്ങിലൊക്കെ പോയിട്ട് നൂറുകണക്കിന് ആസ്വദിക്കുന്നു. കോടീശ്വരനായിട്ട് ചിലപ്പോൾ ഇങ്ങനെ കാണും. ഇവിടൊക്കെ വലിയ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആളാണ്. ചിലപ്പോ മനാമിലൊക്കെ വന്നിട്ട് റൂമിന്റെ അടുത്തൊക്കെ വന്നിട്ട് പുറത്തേക്ക് കൊടുക്കുകയാവില്ല. എന്നിട്ട് വന്നിട്ട് എത്തിയൊക്കെ പാടിയൊക്കെ പോകും സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ മനുഷ്യനാണ്. അപ്പൊ അവരെ ഒരു 30 കുട്ടികൾ 30 ഒരാളെ ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ്. മനസ്സിലായി? ഒരു ഇതില്ലാത്ത ആയുമായി ഉഹർവിയായിരിക്കുമായിരുന്നു. അതിനായിട്ടുള്ള പണ്ഡിതനായി ഏത് സ്ഥാപനത്തിലും ഇന്ത്യയിൽ ഇന്ന് ഏത് സ്ഥാപനത്തിലും ദർശനം നടത്താനും പ്രിൻസിപ്പാളാവാനുള്ള യോഗ്യതയുള്ള ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ടത്. പക്ഷെ മൂലവർദ്ധ പദ്ധതി കുട്ടികൾക്ക് സബുക്ക് എടുക്കുകയാണെങ്കിൽ ആ സബുക്ക് എടുത്ത അപ്പത്തിന് അവിടെ പഠിപ്പിച്ചിട്ട് പിന്നെ മൂപ്പര് കുട്ടികളെ കൊണ്ടു. അതാണ് കാര്യമില്ല ലക്ഷം. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് മൂപ്പര് ഇവിടുന്ന് യാത്ര പറഞ്ഞത്. മൂപ്പർക്ക് യാത്ര പറയാൻ പോലെ ഞാൻ കുറിച്ച് വെച്ച് നോക്കി.
അതൊക്കെ ഇതാക്കിയിട്ട് ചോരയൊക്കെ ശ്രദ്ധിച്ച് പോയി. പിന്നെ ഞാൻ കുട്ടികളെ കൊണ്ട് യാസിനെ ബോധിപ്പിച്ച് ഞാൻ നാട്ടിലായി. പിന്നെ ഇവര് 3-4 മാസം പറഞ്ഞ പോലെ പിന്നെ ജീവിച്ചു. അതൊക്കെ പൊട്ടിച്ച് കുടിച്ച് ആ പൊട്ടിയതൊക്കെ ശരിയാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് പിന്നെ 4 മാസം 6 മാസമൊക്കെ പിന്നെ ജീവിച്ചു. പിന്നെ മുപ്പത് എന്നിട്ട് ദയവായിട്ട് പറഞ്ഞെടുത്ത് ഞാൻ ഒക്കെ എന്തിനും കളിഞ്ഞ മതി, എൻ്റെ കുടുംബത്തിൻ്റെ കുട്ടികളൊക്കെ കളഞ്ഞ് രക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് താക്കീത പറഞ്ഞിട്ടാണ് പിന്നെ ഒരു സമുദ്രത്തിലൂടെ പിന്നെ യാത്ര പറഞ്ഞ ആളാണ്. അവിടെ തന്നെ കിട്ടി. അതുകൊണ്ട് അവിടെ തന്നെ പറ്റുന്നൊരു സ്ഥലം ഞാൻ തന്നെ കാണിച്ചു കൊടുത്തു. കുട്ടികളെ ശിഷ്യന്മാരുടെ നാശീനൊക്കെ എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ തന്നെ മറവ് ചെയ്തു. ഇന്ന് അവരുടെ റബ്ബ് ശരിക്കും ശരിയായിരിക്കുന്ന സ്വർഗത്തോപ്പാണ്. കോടീശ്വരനാണ്, നല്ല സമ്പാദ്യമാണ്. ഒരു കലായിരം വെച്ചിട്ട് ഇതാണ് ഒരു പണ്ഡിതന്റെ സ്വഭാവം. മനസ്സിലായി? അതിന്റെ ലക്ഷണം അതാണ്. അപ്പൊ ഇങ്ങനത്തെ മനുഷ്യന്മാരെ കൊണ്ടാണ് അള്ളാഹു ഈ ലോകത്ത് തീരുണ്ടാക്കുക. ഇതാണ് റഹ്മത്തിന്റെ മാതൃക. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ ശൈത്താനിയത്ത് കൊണ്ട് നടക്കപ്പെടുന്ന സ്ഥലത്താണ്, ശൈത്താന്മാര് നമ്മളെ നാട്ടിൽ നശിപ്പിക്കപ്പെടുന്ന സ്ഥലത്താണ് നമ്മൾ അവിടെ പോയിട്ട് ഹിദായത്തുണ്ടാക്കിയിട്ട് ജനങ്ങളെ രക്ഷപ്പെടുത്തുക. അല്ലേ? ഇവിടുത്തെ സ്ഥലം അങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. വായാറും അങ്ങനെ തന്നെ എല്ലാവരും വിറ്റൊഴിവാക്കിയിട്ട് പോയിട്ട് ആർക്കും വേണ്ടാതെയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്തിലാണ് മൗല എന്നോട് പറഞ്ഞാൽ അവർ ചെറിയ പള്ളി, എന്തായാലും ചെറിയ പള്ളിക്ക് വിറ്റടിച്ചു കൊടുക്കും. അവിടെ വന്നാണ്ട് ഹിദായത്ത് മുടക്കട്ടെ ഞാൻ പഠിപ്പിക്കാൻ പള്ളിക്ക് വിറ്റടിച്ചു. കുറഞ്ഞ കാലം കൊണ്ട് ഒരു ഫോൺ വലിയതായിരിക്കും. ദീനിന്റെ പുരോഗതിയാണ് അവിടെ ഉണ്ടാകും. അല്ലേ? അത് ഒറ്റനെ കൊണ്ട് മാറ്റിത്തിരുത്താൻ ആരെ സ്വീകരിച്ചിട്ടും കാര്യമില്ല. ഏത് അമ്പലത്തിൽ പോയിട്ട് ശൈത്താന്മാരെ വിട്ടിട്ടും കാര്യമില്ല. ഓരൊക്കെ ശരിയാവും. ഇപ്പൊ ആൾക്കാരൊക്കെ ചെയ്യുന്ന അതാണ്. ആൾക്കാരെ പേരൊന്നും ഞാൻ പറയില്ല. ഓരൊക്കെ അതായത് അമ്പലത്തിൽ പോയിട്ട് ശൈത്താന്മാരൊന്നായിട്ട് കൂടെ പൈസ ചാക്കക്കണക്കിന് പൈസ കൊടുത്തുങ്ങാണ്ട് അവിടെ പോയിട്ട് ജനങ്ങളൊക്കെ ആരാക്കാകുന്നു. ഓരൊക്കെ ശരിക്ക് ഒയ്യത്തിന് മൃഗങ്ങളെ ഇറക്കുന്നമായി ഇറക്കിട്ടാവുകയാണ്. ആ രീതി അവിടെ നമ്മുടെ മശായിഖന്മാരുടെ കറാമത്ത് കൊണ്ട് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി വരുത്തിരിക്കുന്നത് ഖിയാമത്ത് നാൾ വരെയും നമ്മളെ മശായിഖന്മാർ ഉദ്ദേശിക്കുന്ന സമയം വരെയും വരുത്തിരിക്കുന്നത് മാറ്റി തീർക്കാൻ സാധ്യമല്ല. അതിന് ഹിദായത്തിന്റെ മധുഹറായിക്കൊണ്ട് മാറി, അത് സ്വർഗത്വപ്പാക്കിക്കൊണ്ട് മാറി. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് രക്ഷപ്പെടാൻ ശൈത്താൻ ശാരീരികമായി കൊണ്ട് ശൈത്താൻ ആക്രമിക്കപ്പെടുന്ന മർദ്ദിക്കപ്പെടുന്നതായിരിക്കുന്ന മനുഷ്യന്മാർക്ക് അവരെ ശൈത്താനിയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൽ കടക്കാനുള്ളൊരു മധുഹറായിക്കൊണ്ട് മാറി. എന്തോ ഒരൊക്കെ ശരിയാണ്. അതിനൊക്കെ എല്ലാത്തിനും അതിനൊക്കെ ഉള്ളത് തന്നെയാണ്. ഖിയാമത്ത് നാൾ വരെ അതിന്റെ മൂർച്ച പോകൂല. അതിന്റെ മൂർച്ച അതിന്റെ പല്ലിലേക്ക് ഖിയാമത്ത് നാൾ വരെ പവറുണ്ട്. അങ്ങനെ ഊട്ടപ്പെട്ടതായിരിക്കുന്ന വാളാണ്. ഇതിങ്ങനെ ബഹുമാനപ്പെട്ട രാജാനവർസിയത്തിലായിട്ട് വന്നതാണ്. അല്ലാഹുവിന്റെ മഹത്തുക്കളുടെ ആ വഴിയാണ് ഈ വഴി. ഇതാർക്കും ഇല്ലാതെയാക്കാൻ കഴിയൂല. ആ ഫുഖാർ തന്നെയാണ്. അതിന് ഖിയാമത്ത് നാൾ വരേക്കും അതിനെ മൂർച്ച പോകാത്ത രീതിയിലാണ് അതിനെ ഊട്ടപ്പെട്ടിട്ടുള്ളത്. അസ്റഫുൽ ഖൽഖ് അങ്ങനെ മൂർച്ചം ഉറപ്പിച്ചുകൊണ്ടാണ് അതിനെ ലോകത്തേക്ക് വിട്ടത്. ഖാജാന്റെ കൈവശം കൊടുത്തത്. അവിടെ പോയിട്ട് നീ കടന്നു ഇന്ന സ്ഥലത്ത് പോയിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് കലിമത്ത് തൗഹീദ് അവിടത്തിൽ ഉണ്ടാക്കിക്കോ. ആവശ്യമുണ്ടെങ്കിൽ ഗൾഫുകാരെടുത്തോ. എന്നിട്ട് ലോകത്തിൽ മലബാറിൽ കേരളത്തിൽ ദീനുകൾ ഉണ്ടാവട്ടെ, കേരളത്തിൽ ഇസ്ലാം ഉണ്ടാവട്ടെ എന്ന് അസ്റഫുൽ ഖൽഖ് പറഞ്ഞുകൊണ്ട് ഇന്ന സ്ഥലത്ത് പോയി കാബ ശരീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് യുദ്ധം ചെയ്യുകയും അജ്മീർ എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന സ്ഥലത്തിൽ വെച്ചുകൊണ്ട് നീ മരിച്ചാൽ കിടക്കേണ്ടത് ജനങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സ്ഥലം അജ്മീറാണ്. അവിടെയാണ് കിടക്കേണ്ടതൊന്നും നീ ദീനുണ്ടാക്കേണ്ടത് കാക്കാ ശരീഫിലാണെന്നും ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽഹാം മുഖേന അറിയിച്ചുകൊണ്ടാണ്
സുൽത്താനുൽ സീതകളി ലോകത്തേക്ക് അയച്ചത്, ഇന്ത്യയിലേക്ക് അയച്ചത്. ആ താള് ഇന്ത്യന്റെ എന്നും ഇന്ത്യന്റെ രാജാവ് തന്നെയാണ് രാജാവ്. നമ്മളൊക്കെ വലിയ രാജാവ്, ഷായിഖന്മാരൊക്കെ രാജാക്കന്മാരാണ്. ഖാജാന്റെ ആ ഓർമ്മയുടെ രാജാക്കന്മാര് തന്നെയാണ്. മനസ്സിലെ അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ ആയുധങ്ങളൊക്കെ ഞമ്മക്കൊക്കെ വേണ്ടിയതാ കിട്ടും, ആവശ്യത്തെങ്കിലേ കിട്ടും. നമുക്ക് അതിനുള്ള അന്തസ്സും അഭിമാനം പിന്നെ പൗരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. മനസ്സിലെ അതാണ് ഉപകാരം. അതുകൊണ്ട് അതാണ് സുന്നത്തി ഇന്ത ഫസാദി ഉമ്മത്തി വലഹൂരുയതി ശരീർ. എന്താ തങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്തിങ്ങൾക്ക് ഫസാദായിരിക്കുന്ന കാലത്ത് എന്റെ ദീനവരാണ് സംരക്ഷിക്കുന്നതെങ്കിൽ അവർക്കൊക്കെ ഞാൻ അത് ഉപയോഗപ്പെടുത്തും. പലഹോരുമിയത് ഷഹീദ്, അവരൊക്കെ ഷഹീദാവാനുള്ളതായ വഴികൾ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ തന്നെയില്ല. അപ്പോ അള്ളാഹിന്റെ വഴി, അള്ളാഹിന്റെ മഹത്വങ്ങളുടെ വഴി, അത് ഹിദായത്തിന്റെ വഴി, സലാമത്തിന്റെ വഴി, ഞാഫിയായിരിക്കുന്ന വഴി. അതില്ലാത്ത കുഴപ്പമാണൊക്കെ. എന്നിട്ട് എല്ലാവർക്കും വലിയ ദോഷമല്ല, ഞാഫിയായിരുന്നില്ല. ഒക്കെ അവര് നശിപ്പിക്കപ്പെടുന്ന അറിവുകളാണ്, അവരവരെ നശിപ്പിക്കപ്പെടുന്ന തെറ്റിദ്ധരിക്കപ്പെടുന്ന അറിവുകളാണ് എല്ലായിടത്തും ഉള്ളത്. പോലെ വാങ്ങാൻ കിട്ടും. ഈ ബ്രീസിന്റെ അങ്ങാടിയും കിട്ടുകയാണ്. അള്ളാന്റെ അങ്ങാടിയിൽ പോകണം. എന്നിട്ട് അവിടുന്ന് കിട്ടിയാലും ആഫിയായിരിക്കുന്നതിലും കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് അള്ളാന്റെ റസൂൽ മക്കത്ത് ദീനുണ്ടാക്കിയത്. ഇങ്ങനത്തെ സ്ഥലത്തിന്റെ ദീനുണ്ടാക്കിയത്. ഇവിടെ വയസ്സിലാണ് മദീനത്ത് ദീനുണ്ടായതുപോലെ, സ്വർഗത്ത് ഉറപ്പാക്കിയതുപോലെ, വായാറ് സ്വർഗത്ത് ഉറപ്പാക്കിയതുപോലെ, ഭാഗ്യപ്പെട്ട സ്വർഗത്ത് ഉറപ്പാക്കിയതുപോലെ, ഇതൊക്കെ ശൈത്താന്മാരെ കൊണ്ട് ബുദ്ധിപ്പെടുന്നതായിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അവിടെയൊക്കെ അള്ളാഹുവിന്റെ ഹിദായത്തിന് അള്ളാഹുവിനേക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് വകുപ്പുണ്ടാക്കിയപ്പോൾ ജനങ്ങൾ സുജൂദ് വന്നപ്പോൾ ശൈത്താന്മാരൊക്കെ പരാജയപ്പെട്ടു പോയി. ഇതന്നെയാണ് മക്കത്ത് ദീനുണ്ടാക്കിയത്. മദീനത്ത് ഞങ്ങൾ മദീനയിലേക്ക് യാത്ര പോയത്. അവിടെ ചെന്നപ്പോൾ എന്താ കഴിയുന്നത്? കുറെ പിന്നെ പണ്ട് കാലത്ത്, പുരാണ കാലത്ത് പിന്നെ ഉള്ളതായ കുഴിച്ചിട്ട കുറെ ശവം കുഴിച്ചിട്ടതായ ഭൂമിയായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടാണ് അവിടുത്തെ വൃത്തിയും പച്ചൊക്കെ ക്ലിയറാക്കിയിട്ട് ആ മണ്ണൊക്കെ ശുദ്ധീകരിച്ചെടുത്തിട്ടാണ് ഇന്ന് അതൊക്കെ മാറ്റിയത്. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ മദീനത്തിൽ എന്ന് പറഞ്ഞൊരു വകുപ്പിലേക്ക് മാറ്റി ആരെങ്കിലും മരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മദീനത്തിൽ വന്നുകൊണ്ട് മരിച്ചതേ എന്ന് പറയുന്ന അത് വകുപ്പിലേക്ക് മാറ്റി. ബാക്കി എന്ന് പറയുന്ന കിതാബിൽ പറയപ്പെടുന്നുണ്ട്, ഈ മുള്ളുകാട്ടിൽ നിന്ന് ഖിയാമത്ത് നാളിൽ നിന്ന് സൂര്യന കാളാനെ പൂത്തിക്കഴിഞ്ഞാൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 70,000 മോമിനികൾ വിമാനം പറന്നു പോകുന്നത് പോലെ സ്വർഗത്തിലേക്ക് പറക്കപ്പെടുമെന്ന് അങ്ങനത്തെ ഒരു സ്ഥലമാക്കി മാറ്റി. എന്ന് പറയുന്നത് ഞാൻ കിടക്കുന്ന സ്ഥലം ഞാൻ ജനങ്ങൾക്ക് ഉപദേശം ചെയ്യുന്നതായിരിക്കും തന്നെ പറയും. ഇതിന് കൊണ്ട് ഉപദേശം ചെയ്യുന്ന സ്ഥലം, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നടക്കുന്ന സ്ഥലം, അത് സ്വർഗത്തോപ്പാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ വിപരീക്കുന്ന സ്ഥലത്തിൽ നിന്നാണ് കോടി ജനങ്ങൾക്ക് മത്സരയിൽ വെച്ചുകൊണ്ട് ഞാൻ ഹൗദുൽ കൗസർ കുടിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ദാഹവും വിശപ്പും ക്ഷീണവും മാറ്റുന്നതായിരിക്കുന്ന ഹൗദ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം ഇവിടെയാണ്. അതാണ് അപ്പൊ ആ റഹ്മത്തിന്റെ ആലമിന്റെ ഒരു അരമണിയോളം പോലത്തെ നമുക്ക് കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരിതൊക്കെ പറഞ്ഞത് എനിക്കിപ്പോ ഞാനില്ലെങ്കിലും എനിക്കെന്റെ ശേഖരങ്ങളെ ഷായിഖന്മാരെ ഏൽപ്പിച്ച പണി ഞാൻ എടുക്കുന്നുണ്ട്.
എനിക്ക് കുറേ ജനങ്ങൾ ബുദ്ധിമുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശമ്പളം എനിക്ക് കിട്ടുന്ന യാതൊരു കുഴപ്പമുണ്ടായിരുന്നു. എന്നോട് ശൈഖന്മാരൊക്കെ എനിക്കറിയും, എന്നോട് ഉപദേശിച്ച് എനിക്കെന്നെ പഠിച്ചിട്ട് നിങ്ങൾ നന്നാകാൻ വേണ്ടി ഇന്നാലും ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ സമയത്തൊക്കെ വന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ നടത്തുക പറയാ ഇതൊക്കെ ഒന്ന് പറയും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാറി അല്ലേ? നാടൊക്കെ ഒന്നുകൂടി പുരോഗമിച്ച് 2-3 കൊല്ലമായപ്പോൾ ഇങ്ങനെക്കാട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വരാൻ വഴിക്കിട്ട് പേരിൽ ഇവിടെ ബുദ്ധിമുട്ട് വേണ്ട. അപ്പൊ ഒന്നും കൂടി ഓരോ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഓരോന്ന് വന്നാൽ മതി. എപ്പോഴും വരവും പോകുന്നു നടക്കൂല. അങ്ങനെയാണല്ലോ. നിങ്ങൾ എന്നിട്ട് വരികയെ വരും. ഞാനിപ്പോൾ നിങ്ങൾ എല്ലാവരും തേടി നടക്കണേ, ഇരുന്നോട്ടിരുന്ന് തേടലേ പറ്റും, തേടി നടക്കാൻ പറ്റില്ല. അത് നിങ്ങളാ കടമയിൽപ്പെട്ടത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നന്നാവണം, നിങ്ങൾ നല്ല നിലയ്ക്ക് ജീവിക്കണം. നിങ്ങളെ ചെറുപ്പം പറഞ്ഞിട്ട് ഉമ്മത്തീങ്ങളാവണം, ശാരീരിക ബന്ധത്തിലായിട്ട് ജീവിക്കണം. സ്വലാത്തുൽ മുസ്തഖീം ഒരുപാട് ഞാൻ പോലെ വിട്ടുകിടക്കണം. അതിനൊക്കെ ചെല്ലിയിട്ടില്ല. ഈമാനൊക്കെ ഉണ്ടാവണം. അതിനൊക്കെ നിങ്ങൾ താല്പര്യപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ കളിക്കാൻ പാടില്ല. അത് വാങ്ങിക്കൊണ്ട് വെച്ച് തോന്നിയസം കാട്ടാൻ പാടില്ല. പറഞ്ഞതുപോലെ ചെയ്യാം. ഒരു അണമണിയോളം അവർ തെറ്റിക്കാൻ പാടില്ല, കാരണം കൂടാതെ. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ മശായിഖന്മാരോട് അങ്ങോട്ട് ഫലം ഇങ്ങോട്ടൊക്കെ ഒരുപാട് അങ്ങേയറ്റത്തെ സ്നേഹങ്ങളും മഹബത്തുകളും ഒക്കെ കാണിച്ചിട്ട് ജീവിക്കാം. എന്നാൽ നമുക്ക് എല്ലാ മേഖലകളും മശായിഖന്മാരെ രക്ഷപ്പെടുത്തും. നമുക്ക് എവിടെ ബുദ്ധിമുട്ടും ദസുഖവും വൈകും ചെയ്യാം. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ദുനിയാവിലുണ്ട്. കാരണം സഹബത്തൊക്കെ എല്ലാം കൂടിയാണ് കടന്നുപോയത്. ലോകത്തിലുള്ള എല്ലാ നേതാക്കന്മാരും മുന്നണികളും മഹത്വങ്ങളും ഇവിടെ കഴിഞ്ഞു പോയത് ഇങ്ങനെയാണ്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ കട്ടറോട് തന്നെയാണ് കഴിഞ്ഞു പോയത്. കട്ടറോട് കൂടിയോ പിന്നെ കുറെ പോയിട്ട് പിന്നെ ഐവിയിലേക്ക് എത്തുള്ളൂ. ഒരുപാട് കട്ടറോട് കൂടി പോകാണ്ട് ഐവിയിലേക്ക് എത്തും. അപ്പോഴാണ് ഇത് സുഖം അറിയാം. കട്ടറോട് കൂടി പോകുമ്പോൾ ബുദ്ധിമുട്ടേ ഉണ്ടാകുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അതൊക്കെയാണ് ശരീരത്തിന്റെ കൂലി കിട്ടുന്ന വഴികളാണ് ആ വഴികളൊക്കെ. അങ്ങനെ ഇതിനൊക്കെ അനുസരിച്ച് ജീവിക്കാൻ, ദീനിന്റെ ധർമ്മത്തെടുക്കാൻ ആവശ്യമായിരിക്കുന്ന ചില ചില സംഗതികളൊക്കെ ഇങ്ങനെയൊക്കെ അള്ളാഹു ചെയ്തു തന്നു. ഇനി നമുക്ക് ചില ജീവിതമൊക്കെ നമുക്കാർക്കും സദക്ക ധർമ്മം മുസീബത്ത് വരാനൊക്കെ നീങ്ങാനും. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ കൊറോണ വന്നിട്ട് ആരും നമ്മൾ കഴിച്ചില്ലാന്ന് പറയും. ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് സദക്കത്തുൽബലായ നമ്മൾ ദീനിന് വേണ്ടിയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നതും സംഭാവന ചെയ്യുന്നതും ഒക്കെയാണ് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ കണക്കിലെടുക്കപ്പെട്ട സ്ഥലങ്ങൾ